ഹായ് ഹലോ വെൽക്കം എങ്കിലെ എല്ലാവർക്കും സ്കൂളിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഏതു കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10th CBSEയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, അടിപൊളി ചാപ്റ്ററാണ്. ഓക്കെ അല്ലേ? എല്ലാവരും പഠിക്കുന്ന ബൈഹാർട്ടാക്കുന്ന സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്, ചെറിയൊരു ചാപ്റ്ററാണ്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ 2 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് കെമിക്കൽ റിയാക്ഷൻ, എങ്ങനെയൊക്കെയാണ് നമ്മളൊരു കെമിക്കൽ റിയാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുക എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, റിഡോക്സ് റിയാക്ഷൻ, കോമ്പിനേഷൻ റിയാക്ഷൻ, അങ്ങനെയുള്ള കുറച്ച് റിയാക്ഷൻസും ഡിസ്കസ് ചെയ്യും. ആൻഡ് വളരെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ടേംസുകൾ നിങ്ങൾ അവിടെ പരിചയപ്പെടും. ഓക്കെ, അതാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് വെച്ചാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് നമ്മളൊരു കോട്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സക്സസ് ഈസ് ഹിഡൻ ഇൻ യുവർ ഡെയിലി റുട്ടീൻ. നിങ്ങളുടെ ഡെയിലി റുട്ടീനുമായിട്ട് സക്സസ് വളരെയധികം ഇൻ്റർ കണക്റ്റഡ് ആണ്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യമാണ് എന്ത്, യെസ്, എത്ര പഠിച്ചു എന്നുള്ളതല്ല, എത്ര ടൈം പഠിച്ചു എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, അത് കൺസിസ്റ്റൻ്റ് ആയി പഠിക്കുന്നുണ്ടോ, അതായത് ഡെയിലി നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. എത്രയുടെ 1 മണിക്കൂർ മാത്രം പഠിച്ചിട്ട് ഡെയിലി 1 മണിക്കൂർ പഠിച്ചിട്ട് ടോപ്പർ ആവുന്നവരുണ്ട്. ഓക്കെ, നിങ്ങളുടെ ടോപ്പേഴ്സിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂസ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയാം, 2 hours ഡെയിലി പഠിച്ചിട്ട് അവർ ടോപ്പേഴ്സ് ആവുന്നുണ്ട്. സോ എല്ലാവരും ചിന്തിക്കും 2 hours ഒക്കെ പഠിച്ചാൽ മതിയോ? ബേസിക്കലി ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്നുണ്ടോ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്താ ചെയ്യുക, ഇന്ന് മുതൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, നല്ലൊരു സ്കോർ അച്ചീവ് ചെയ്യുക. 10th ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബോർഡ് എക്സാംസ് ഒക്കെയാണ്. ഒരു മടിയില്ലാണ്ട് മടിയൊക്കെ മാറ്റി വെച്ചിട്ട് അടിപൊളിയായിട്ട് ക്യൂരിയസ് ആയിട്ട് ഇരുന്നിട്ട് ഉഷാറായിട്ട് പഠിച്ചിട്ട് നല്ലൊരു പെർസെൻറ്റേജ് സ്കോറിലോട്ട് എത്തുക. ഓക്കെ, നമ്മുടെ സ്കൂളിൽ ടീം നിങ്ങൾക്ക് വേണ്ടി ഫുൾ സപ്പോർട്ടിനുണ്ട്. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? യെസ്, നമുക്ക് നമ്മുടെ പോർഷൻസിലോട്ട് കിടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. അടിപൊളി ചാപ്റ്ററാണ് കേട്ടോ. ആൻഡ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കെമിക്കൽ റിയാക്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ആൻഡ് എങ്ങനെയാണ് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എഴുതുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഒരു ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ കേട്ടോ മക്കളെ? സോ വാട്ട് ഈസ് കെമിക്കൽ റിയാക്ഷൻ? എന്താണ് കെമിക്കൽ റിയാക്ഷൻ? മക്കളെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എന്താണ് കെമിക്കൽ റിയാക്ഷൻ എന്നുള്ളത്? വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷനേ വേണ്ടുള്ളൂ. എന്താണ്? യെസ്, ഒരു സബ്സ്റ്റൻസിന് എന്തെങ്കിലും ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിച്ചിട്ട് അത് വേറൊരു പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? ആ ഒരു പ്രോസസ്സിനെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ അല്ലേ? വളരെ സിമ്പിളാണ് അല്ലേ? ഒരു സബ്സ്റ്റൻസ് കെമിക്കൽ ചേഞ്ച് സംഭവിച്ചിട്ട് എന്ത് ചെയ്യുന്നു? പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നു. അതാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ. നിങ്ങളുടെ ഡെയിലി കാണുന്ന, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ എക്സ്പോസ് ചെയ്യുന്ന ഒരുപാട് എക്സാമ്പിൾസസ് ഉണ്ട്. അതിൽ 1-2 എക്സാമ്പിൾസസ് നിങ്ങളൊന്ന് റീകോൾ ചെയ്ത് നോക്കിയേ. നിങ്ങളുടെ NCERTയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? യെസ്, മിൽക്ക് സമ്മർ സീസൺസിലൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് കേടാവുന്നത് അല്ലേ? യെസ്, അത് നാശമായി പോകും. സോ അതൊരു കെമിക്കൽ റിയാക്ഷനാണ്. അതേപോലെ അയേൺ റസ്റ്റ് ചെയ്യുന്നത് അല്ലേ, ഇരുമ്പിലൊക്കെ തുരുമ്പ് പിടിക്കുന്നത് എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷനാണ്. അങ്ങനെ എത്ര കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് പറയാൻ പറ്റും? ഗ്രേപ്പ് ഫെർമെൻറ്റ് ചെയ്യുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനാണ് അല്ലേ? ഒരു മാവൊക്കെ ഡഫൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, പഫ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ? ഫെർമെൻറ്റഡ് ഡഫ് കേട്ടിട്ടില്ലേ? അതെല്ലാം എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷനാണ്. സോ കെമിക്കൽ റിയാക്ഷൻസ് നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ എക്സാമ്പിൾസസ് ആണ് അല്ലേ? ഒരുപാട് മാർബിളിൽ ഏതെങ്കിലും ഒരു ആസിഡ്സ് ഒക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ എന്ത് സംഭവിക്കും? നാശമായി പോകും. അതൊരു കെമിക്കൽ റിയാക്ഷനാണ്. സോ ഇങ്ങനെ നമുക്ക് ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം എന്താണ്? യെസ്, കെമിക്കൽ റിയാക്ഷൻ. ഒരു സബ്സ്റ്റൻസിന്
എന്തെങ്കിലും ഒരു കെമിക്കൽ ചേഞ്ച് വന്നിട്ട് അതൊരു വേറൊരു സബ്സ്റ്റൻസ് ആയി മാറുന്നുണ്ടെങ്കിൽ അത് ഒരു കെമിക്കൽ പ്രോസസ്സ്, അതൊരു കെമിക്കൽ റിയാക്ഷൻസിൻ്റെ റിസൾട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഒരു കെമിക്കൽ ചേഞ്ച്, എ കെമിക്കൽ ചേഞ്ച് ഇൻ വിച്ച് ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ്. ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിച്ചിട്ട് പുതിയ സബ്സ്റ്റൻസസ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഒരു കളർ ചേഞ്ച് ചെയ്യേ, ടെമ്പറേച്ചർ മാറുക, ഗ്യാസ് പ്രൊഡക്ഷൻസ് ഉണ്ടാവുക, പ്രിസിപ്പിറ്റേറ്റീവ് ഫോർമേഷൻസ് ചെയ്യേ, ഇങ്ങനെയുള്ളതെല്ലാം എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷൻസിൻ്റെ റിസൾട്ടാണ്. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് എക്സാമ്പിൾ നിങ്ങളുടെ NCERT-യിൽ തന്നെ ഒരു ആക്ടിവിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിലൊരു എക്സാമ്പിളാണ് എന്ത്? മെഗ്നീഷ്യം ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് മെഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നത് അല്ലേ? അത് നമുക്ക് ഒരു ടിപ്പിക്കൽ എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ. So what is a chemical reaction? What is a chemical reaction? We have already discussed that a chemical change in which new substances are formed is what we called a chemical reaction. Okay അല്ലേ? എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് മെഗ്നീഷ്യം ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് മെഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ഓക്കെ. യെസ്. വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. കെമിക്കൽ ഇക്വേഷൻ. എന്താണ് ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? മക്കളെ പറഞ്ഞേ, നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താണ് ഒരു കെമിക്കൽ ഇക്വേഷൻ? നമ്മുടെ കെമിസ്ട്രിയിൽ അതായത് കെമിസ്ട്രിയിൽ എല്ലാം നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുക. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ഹോൾ പ്രോസസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല. അതായത് മെഗ്നീഷ്യം ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് മെഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്തു അല്ലേ? ലൈക്ക് ദാറ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാവുന്നതിനേക്കാൾ, അതായത് ഒരു പാരഗ്രാഫ് വൈസ് നമ്മൾ എഴുതുന്നതിനേക്കാൾ നമ്മുടെ സയൻറ്റിസ്റ്റ് ഷോർട്ടാക്കിയിട്ട് എഴുതി, ആ ഒരു ഷോർട്ടാക്കിയിട്ട് എഴുതുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ ഒരു റെപ്രസെൻറ്റേഷന്, ഓക്കെ, ഷോർട്ടാക്കി എഴുതുന്ന ആ ഒരു റെപ്രസെൻറ്റേഷന് നമ്മൾ പറയുന്നതാണ് കെമിക്കൽ ഇക്വേഷൻ. സോ നമ്മൾ സയൻസിനെ സംബന്ധിച്ച് എല്ലാം നമ്മൾ സിമ്പിളാക്കാനാണല്ലേ ശ്രമിക്കുക. അങ്ങനെ സിമ്പിളാക്കിയിട്ട് നമ്മൾ എഴുതുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്? കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ആ ഒരു റെപ്രസെൻറ്റേഷനാണ്, സോറി പ്രോസസ്സ് അല്ല, ആ ഒരു റെപ്രസെൻറ്റേഷനാണ് എന്ത്? കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ വേർഡ് ഇക്വേഷൻ നോക്കിയേ. വേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗിവ്സ് മെഗ്നീഷ്യം ഓക്സൈഡ്. അതായത് മെഗ്നീഷ്യം ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് മെഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്തു. ഓക്കെ. ഈ ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് സൈഡിലോട്ടാണ് കേട്ടോ. അതായത് ഈ ആരോ മാർക്കിൻ്റെ ഹെഡ് എപ്പോഴും പോയിന്റ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് സൈഡിലോട്ടായിരിക്കും. ആൻഡ് ഈ ആരോൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നത് എപ്പോഴും റിയാക്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ. റിയാക്ഷനിൽ പങ്കെടുക്കുന്നവയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ആരോൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എഴുതുന്നത് റിയാക്റ്റൻ്റ് ആയിരിക്കും, റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതുന്നത് പ്രോഡക്റ്റ് ആയിരിക്കും. സോ ഇവിടുത്തെ റിയാക്റ്റൻ്റ് ഏതാണ്? മെഗ്നീഷ്യവും ഓക്സിജനും. ആൻഡ് ആരോ മാർക്ക് എഴുതി, ആരോ മാർക്ക് എപ്പോഴും പോയിന്റ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് സൈഡിലോട്ടായിരിക്കും. മെഗ്നീഷ്യം ഓക്സൈഡാണ് നമ്മുടെ ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? സോ ഇതാണ് ഒരു വേർഡ് ഇക്വേഷൻ. വീണ്ടും നമ്മൾക്ക് സിമ്പിളാക്കിയിട്ട് എഴുതണം അല്ലേ? വീണ്ടും നമ്മൾ കെമിസ്ട്രിയിൽ സയൻറ്റിസ്റ്റുകൾ വീണ്ടും എന്ത് ചെയ്തു? സിമ്പിളാക്കിയിട്ട് എഴുതി. എങ്ങനെയാണ് സിമ്പിളാക്കിയിട്ട് എഴുതുന്നത്? ഒരു കെമിക്കൽ ഇക്വേഷനെ നമുക്ക് സിമ്പിളാക്കിയിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ. അതായത് നമ്മൾ ആ എലമെൻറ്റിൻ്റെ പീരിയോഡിക് ടേബിളിൽ കാണുന്ന ആ ഒരു റെപ്രസെൻറ്റേഷൻ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് കെമിക്കൽ ഇക്വേഷൻസ് എഴുതാം. ഓക്കെ അല്ലേ? സോ വേർഡ് ഇക്വേഷൻ അല്ലാണ്ട് ഇങ്ങനെയും നമുക്ക് ഇക്വേഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ. മെഗ്നീഷ്യം ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് മെഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. എന്താണ് മക്കളെ ബാലൻസിങ് എ കെമിക്കൽ ഇക്വേഷൻ? നമ്മൾ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യുന്നത് ഒരു ലോനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ. ഇക്വേഷൻസ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത് ഒരു ലോന് ബേസ് ചെയ്തിട്ടാണ്. ആ ഒരു ലോയാണ് എന്ത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? ഒന്ന് റീകോൾ ചെയ്ത് നോക്കിയേ. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ? യെസ്. എന്താണ്? കൺസർവ് ചെയ്യാണ് അല്ലേ? മാസ് കൺസർവ് ചെയ്യുക. മാസ് ഒന്നും എവിടേക്കും പോകുന്നില്ല. മാസ് എല്ലാം കൺസർവ്ഡ് ആണ്. അതായത് മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ അല്ലേ? എന്താണ്? മാസിനെ നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല, മാസിനെ നമുക്ക് നശിപ്പിക്കാനും പറ്റില്ല. പുതിയത് ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. പക്ഷെ നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ. സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താണ്?
മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഈ ഒരു ലോനെ വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ലോന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് അയേണും വാട്ടറും കൂടിയും കമ്പൈൻ ചെയ്തിട്ട് Fe3O4 എന്ന് പറയുന്ന കോമ്പൗണ്ടും ഹൈഡ്രജനും ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇതാണ് ഒരു ടിപ്പിക്കൽ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിനെ ബാലൻസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാലൻസിങ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലോ ഫോളോ ചെയ്യും. ഏതാണ് ആ ലോ? യെസ്, മാസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലേ? അപ്പോൾ നമുക്ക് മാസ് കൺസർവ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്ര അയൺ ആറ്റം ഉണ്ടോ അത്രയും ആറ്റം തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലും വേണം. കാരണം മാസ് ഒന്നും നശിക്കുന്നുമില്ല, പുതിയതൊന്നും ക്രിയേറ്റും ചെയ്യുന്നില്ല. സോ റിയാക്റ്റൻ സൈഡിൽ എത്ര ആറ്റംസ് ഉണ്ടോ അത്ര തന്നെയാണ് പ്രൊഡക്ട്സിലും ആറ്റംസ് ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു അയണേ ഉള്ളൂ, റൈറ്റ് ഹാൻഡ് സൈഡിലോ 3 അയൺ ഉണ്ട് അല്ലേ? യെസ്, ഈ 3 അയൺ ഉണ്ട്. സോ ഇവിടെ ഒറ്റ ഒരു അയണേ ഉള്ളൂ. വാട്ടർ മോളിക്യൂൾ നോക്കിയേ, 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ്റെ കേസിൽ ഓക്കെയാണ്. പക്ഷെ ഓക്സിജൻ്റെ കേസിലോ 4 ഓക്സിജൻ ഉണ്ട്. ഇവിടെ എത്ര ഓക്സിജനേ ഉള്ളൂ? ഒറ്റ ഒരു ഓക്സിജനേ ഉള്ളൂ. സോ നമുക്ക് ആറ്റങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, അയേണിനെ ബാലൻസ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് നമ്മുടെ ഈ മെറ്റലിനെ ബാലൻസ് ചെയ്ത് നോക്കി നോക്കാം. സോ ഞാൻ എന്ത് എഴുതുന്നു, ഈ ഇക്വേഷൻ അങ്ങനെ തന്നെ ഒന്ന് എഴുതുകയാണ്. യെസ്, അയേൺ പ്ലസ് H2O gives Fe3O4 plus H2. Okay, yes. Now ഇവിടെ 3 അയൺ ഉണ്ട്. അപ്പോൾ എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, അതായത് റിയാക്റ്റൻ സൈഡിൽ 3 അയൺ വേണം. അപ്പോൾ ഞാൻ എന്ത് എഴുതി? യെസ്, 3 എന്നെഴുതി. അപ്പോൾ അയൺ ബാലൻസ് ആയി അല്ലേ? ഇവിടെ 3 അയണായി, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 3 അയണായി. അതായത് ആറ്റംസ്, അയൺ ആറ്റംസ് ബാലൻസ്ഡ് ആയി. ഓക്കെ, നൗ ഹൈഡ്രജൻ ആറ്റംസ് നോക്കിയാൽ ഹൈഡ്രജൻ 2 എണ്ണം. പക്ഷെ നമുക്ക് ബാലൻസ്ഡ് ഹൈഡ്രജൻ ഇപ്പോൾ ബാലൻസ്ഡ് ആണ്. ഓക്സിജൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 ഓക്സിജൻ ഉണ്ട് അല്ലേ? ഇവിടെ ഒറ്റൊരു ഓക്സിജനേ ഉള്ളൂ. സോ ഞാനിവിടെ എന്ത് എഴുതി? യെസ്, 4 എന്നെഴുതി. അപ്പോൾ എത്ര ഓക്സിജനായി? 4 ഓക്സിജനായി. ഓക്സിജൻ്റെ കേസിൽ ബാലൻസ്ഡ് ആയി. പക്ഷേ ഇപ്പോൾ ഇവിടെ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? യെസ്, 2 × 4 8 ഹൈഡ്രജൻ ആറ്റം. ഇവിടെ എത്ര ഹൈഡ്രജൻ ആറ്റേ ഉള്ളൂ? 2 ഹൈഡ്രജൻ ആറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 4 ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ 4 2s are 8. ക്ലിയർ അല്ലേ? 4 2s are 8. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്തത് എന്നുള്ളത് മനസ്സിലായല്ലോ? എങ്ങനെയാണ് ബാലൻസ് ചെയ്തത് എന്ന് മനസ്സിലായല്ലോ? യെസ്. സോ 3 അയൺ ആറ്റംസ് ആയി, 8 ഹൈഡ്രജൻ ആറ്റം ആയി. ഇവിടെ 2 × 4 8 ഹൈഡ്രജൻ ആറ്റം ആയി. ആൻഡ് അയൺ ഇവിടെ 3 ആറ്റം. ഓക്കെ, ഓക്സിജൻ ഇവിടെ 4 ആറ്റംസ്. ഓക്സിജൻ 4 ആറ്റംസ് ആയി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഒരു ഇക്വേഷനെ ബാലൻസ് ചെയ്തത് എന്ന് മനസ്സിലായല്ലോ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്ര ആറ്റംസ് ഉണ്ടോ അത്രയും ആറ്റംസ് തന്നെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലും എഴുതി. ഓക്കെ അല്ലേ? യെസ്. സോ 3 അയൺ ആറ്റംസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ 3 അയൺ ആറ്റംസ് ബാലൻസ്ഡ് ആയി. ആൻഡ് ഓക്സിജൻ ആറ്റംസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ 4 ഓക്സിജൻ. സോ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 4 ഓക്സിജൻ എഴുതിയപ്പോൾ ഹൈഡ്രജൻ്റെ നമ്പർ മാറി 8 ഹൈഡ്രജൻ ആയി. സോ 8 ഹൈഡ്രജൻ വേണമെങ്കിൽ നമുക്ക് 4H2 മോളിക്യൂൾ വേണം. ഓക്കെ, 4H2 മോളിക്യൂൾ വേണം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നത്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. യെസ്, നമുക്ക് നമ്മുടെ ബാലൻസർ ഇക്വേഷൻ ഒന്ന് നോക്കാം. 3Fe plus 4H2O gives Fe3O4 and 4H2. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാൽ വീണ്ടും നമുക്കൊരു ഇക്വേഷൻ ബാലൻസ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കണം മക്കളെ ഈ ഇക്വേഷൻ എങ്ങനെ ബാലൻസ് ചെയ്യാന്നുള്ളത്. അതായത് Al ഒരു അലുമിനിയം ഉണ്ട് ആൻഡ് ഓക്സിജൻ ഉണ്ട്
ഇത് കമ്പൈൻ ചെയ്തിട്ട് Al2O3 ഫോം ചെയ്യാണ് അല്ലേ. Al2O3 ഫോം ചെയ്തു. ഓക്കെ, നമ്മൾ മെറ്റൽ ആറ്റംസിനെ ആദ്യം എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. മെറ്റൽ ആറ്റംസിനെ ബാലൻസ് ചെയ്ത് നോക്കിയേ, എത്ര മെറ്റൽ ആറ്റംസ് ഉണ്ട് നമുക്കിവിടെ? എത്ര മെറ്റൽ ആറ്റംസ് ഉണ്ട്? 2 അലുമിനിയം മെറ്റൽ അല്ലേ, 2 അലുമിനിയം മെറ്റൽ. സോ ഞാനിവിടെ 2 ഇട്ടു. സോ 2 അലുമിനിയം ബാലൻസ്ഡ് ആയി. ഓക്കെ, റിയാക്ടൻസ് സൈഡിൽ 2 അലുമിനിയം, പ്രോഡക്റ്റ് സൈഡിൽ 2 അലുമിനിയം, ബാലൻസ് ആയല്ലോ. യെസ്. ഇനി O3 മോളിക്യൂളാണ്. ഓക്കെ, O3 മോളിക്യൂളാണ്. പക്ഷെ നമുക്കിവിടെ O2 ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് 3 ഓക്സിജൻ മോളിക്യൂൾ വേണം നമുക്ക്. ഇവിടെ 2 എണ്ണം ഓൾറെഡി ഉണ്ട്. നമുക്ക് ഒറ്റൊരു ഓക്സിജനെ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒറ്റൊരു ഓക്സിജനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഓക്കെ, 3/2O2. 3/2O2 എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? 3/2O2. ക്ലിയർ അല്ലേ? അതായത് ഏതോ ഒരു നമ്പർ കൊണ്ട് നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്തിട്ടെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് 3 ആണ്. അതായത് എക്സ് എന്ന് പറയുന്നത് 3/2 ആണ് എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത് 3/2O2. ഓക്കെ, ക്ലിയർ അല്ലേ? 3/2O2. അതായത് ഏതോ ഒരു നമ്പർ കൊണ്ട് നമ്മൾ ഈ 2നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 3 ആണ്. ആൻഡ് ആ എക്സ് ടൈംസ് 2 ഈസ് ഈക്വൽ ടു 3 എന്ന് എഴുതി. എക്സ് ഈസ് ഈക്വൽ ടു 3/2. ഓക്കെ, പക്ഷെ നമുക്ക് കെമിസ്ട്രിയിൽ എന്താണ് ഭംഗി കൂടി നോക്കൂല്ലേ? യെസ്, നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ കെമിസ്ട്രിയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ഭംഗിയിലാണ് നമ്മൾ എഴുതുക. ഓക്കെ, നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നവർ ഇത്തിരി ഭംഗിയുടെ ആൾക്കാരാണ്. സോ ഇതിനെ നമുക്ക് ഒന്നും കൂടി ഭംഗിയിൽ അറേഞ്ച് ചെയ്യാം അല്ലേ. നമ്മുടെ പീരിയോഡിക് ടേബിളൊക്കെ കണ്ടിട്ടില്ലേ? പീരിയോഡിക് ടേബിളിലെ ലാസ്റ്റത്തെ ബ്ലോക്ക് എലമെൻസുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തത് ആ ഒരു പീരിയോഡിക് ടേബിൾ ഒരു ബ്യൂട്ടിഫുൾ ആവാൻ കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ബ്യൂട്ടിഫുൾ എന്താ പറയുക, യെസ്, ആ ഒരു ഭംഗിക്കും കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് ജനറലായിട്ട് ഈ ഇക്വേഷൻ എങ്ങനെയൊന്ന് മാറ്റി എഴുതാം? യെസ്, ഞാനിതിനെ എല്ലാത്തിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നിങ്ങൾ 2 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? യെസ്, 2 × 2 എന്ന് പറയുന്നത് 4 ആയി. 4 അലുമിനിയം പ്ലസ് 3/2 × 2 എത്രയാ? അതായത് 3/2 × 2 എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. 2 ക്യാൻസൽ ചെയ്ത് പോകും. 3 ആയി. അതായത് എന്തായി? 3O2 ഗീവ്സ് എത്രയാ? 2 അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ആണ് ഇവിടെ വരിക സബ്സ്ക്രിപ്റ്റ്. സോ 2Al2O3. ഓക്കെ, 2Al2O3. ക്ലിയർ അല്ലേ? സോ നമുക്ക് ഇപ്പോൾ ഒന്നും കൂടി വൃത്തിക്ക് നമ്മൾ എഴുതിയില്ലേ. സോ നമുക്ക് ഈ ഒരു ഇക്വേഷനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. 4Al + 3O2 gives 2Al2O3. ഓക്കെ, യെസ്. സോ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്ത് എഴുതാം. ഓക്കെ അല്ലേ? സോ ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് 4Al 3O2 gives 2Al O3. ഓക്കെ, ഫൈൻ. നമുക്ക് അടുത്ത ഒരു ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? നമുക്ക് ഒറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനൊരു ഷോർട്ട് കട്ട് പറയും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻസ് ബാലൻസ് ചെയ്യുന്നത് ഒരു ഷോർട്ട് കട്ട് വഴിയിലൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ആ ഷോർട്ട് കട്ടിലൂടെ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഒറ്റൊരു എക്സാമ്പിളും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. H2 + O2 gives H2O. ഓക്കെ, അതായത് H2 + O2 gives H2O. ഓക്കെ, മക്കളെ ശ്രദ്ധിച്ചിടാം. എങ്ങനെയാണ് നമ്മൾ ഇത് ബാലൻസ് ചെയ്യുന്നത്? ഹൈഡ്രജൻ ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ ഓക്കെയാണ്. പക്ഷെ ഓക്സിജൻ ആറ്റംസ് ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. സോ നമ്മൾ ഇവിടെ ഹാഫ് ഇട്ട് കൊടുത്താൽ സംഭവം തീർന്നു അല്ലേ. H2 + ½ O2 gives H2O. പക്ഷെ ഞാൻ പറഞ്ഞു എന്താണ്, യെസ്, ഇങ്ങനെയൊക്കെ എഴുതുന്നത് നമ്മളുടെ കെമിസ്ട്രിയിൽ നമുക്ക് അത്ര ഇഷ്ടമല്ലാത്ത കാര്യമാണ് അല്ലേ. നമ്മൾ ബാലൻസ് ചെയ്തിട്ട് ഒന്നും കൂടിയും ഈ ഫ്രാക്ഷണൽ ഫോമിനൊക്കെ മാറ്റിയിട്ട് ഒന്നും കൂടിയും ഭംഗിയിലാക്കിയിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ കിട്ടും? യെസ്, ഈ ഒരു ഹോൾ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യാണ്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. കാരണം എനിക്ക് ഹാഫിനെ കളയണം. ഈ ഹാഫിനെ കളയാൻ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? യെസ്, 2H2 +
ഹാഫ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഹാഫ് ഇൻറ്റു 2 എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ നമ്മൾ 2 ക്യാൻസൽ ആയിപ്പോയി 1, അതായത് 1 ഓക്സിജൻ ആറ്റം O2. ഓക്കെ, 1 ഓക്സിജൻ ആറ്റം അല്ല, 1 ഓക്സിജൻ മോളിക്യൂൾ. ഓക്കെ, ഗിവ്സ് 2H2O. ഇതായിരിക്കും നിങ്ങൾ കൂടുതലും കണ്ടിരിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ഇതായിരിക്കും നിങ്ങൾ കൂടുതലും കണ്ടിരിക്കുന്ന ഇക്വേഷൻ. അതായത് 2H2 + O2 ഗിവ്സ് 2H2O. ഓക്കെ അല്ലേ? യെസ്. സോ നമുക്ക് ഈ ഇക്വേഷനെ അങ്ങനെ ബാലൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെഴുതും? യെസ്, ഭംഗിക്കും കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ എന്ത് ചെയ്യും? യെസ്, ഒരു ഷോർട്ട് കട്ട് കൂടി ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതായത് ഒരു കെമിക്കൽ ഇക്വേഷൻ ഇങ്ങനെ ബാലൻസ് ചെയ്യും. ഓക്കെ, ഒരു വലിയൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട് വെച്ചാൽ നമുക്കത് ഷോർട്ട് കട്ട് രീതിയിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. സോ എല്ലാവർക്കും ബൈ, ഹാവ് എ നൈസ് ഡേ.